الخامس من أبغض شيئا مما جاء به الرسول صلى الله عليه وسلم ولو عمل به كفر إجماعا والدليل قوله تعالى ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അഞ്ചാമതായി ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യമായി എണ്ണിയത് മൻ അബ്ഗള ശൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു കാര്യത്തെ ആരെങ്കിലും വെറുത്താൽ, അതിനോട് ആരെങ്കിലും കോപം ദേഷ്യം പ്രകടിപ്പിച്ചാൽ, മൻ അബ്ഗള ശൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അമില ബിഹി, അവൻ അത് പ്രവർത്തിച്ചാലും ശരി, കഫറ, അവൻ കാഫിറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ, ഈ ദീനിൽ ഏതെങ്കിലും ഒരു അമലിനെ ആരെങ്കിലും വെറുത്താൽ അവൻ കാഫിറാണ്, വെറുക്കാൻ പാടില്ല. അതവൻ ചെയ്യുന്നുണ്ടെങ്കിലും ശരി. ചില അമലുകൾ ചെയ്യും, പക്ഷെ തന്നെ അവൻ വെറുക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏറെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയും ഇതാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക അധ്യാപനങ്ങളോട് വെറുപ്പുണ്ടാക്കുക. അവർക്കറിയാം ഇത് കുഫറാണ്, വെറുപ്പുണ്ടാക്കിയാൽ കാഫിറാവും. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിനെ, സ്ത്രീ ഹിജാബ് ധരിക്കുന്നതിനെ, ആണുപെണ്ണുകൾ കൂടിക്കലരുന്നതിനെ പോലുള്ള ഒരുപാട് അമലുകൾ എടുത്തെടുത്ത് പറയും. എന്നിട്ട് അതൊക്കെ എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെതാകുക, ഇതൊക്കെ എങ്ങനെയാണ് ശരിയാകുക, വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊരുപാട് വിഷയങ്ങൾ എടുത്തു ധരിച്ചിട്ട് അവർ മുസ്ലിങ്ങൾക്കിടയിൽ ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ പറയുക, ഇതൊക്കെ നാണക്കേടല്ലേ എന്നൊക്കെ പറയാം. ഖുർആൻ അല്ലാഹു പറയുന്ന അനിൽ മഹീർ, ഇത് ഹൈൽ രക്തത്തെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്ന, അവർ ചോദിക്കുന്നു ഹൈൽ രക്തത്തെ കുറിച്ചിട്ട് എന്താണ് അള്ളാഹ് പറയേണ്ട വാക്ക് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കിയെടുക്കുക ഇസ്ലാമിനോട്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളോടൊക്കെ. താടി നീട്ടി വളർത്തുന്നതിനെ, നിര്യാണിക്ക് വേല വസ്ത്രം ധരിക്കുന്നതിനെ ഒക്കെ വെറുപ്പുണ്ടാക്കിയെടുക്കാൻ വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഒരു കാരണവശാലും ദീനായി സ്ഥിരപ്പെട്ട ഒരു കാര്യം എത്ര ചെറുതാണെങ്കിലും ശരി വെറുക്കാൻ പാടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ വെറുത്തു കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. വല്ലദീന കഫറു ഫതഅസൽ ലഹും, കാഫിറുകൾ അവർക്ക് നാശം, വഅലല്ല അമാലഹും, അവരുടെ കർമ്മങ്ങൾ അല്ലാഹു വൈകടിലാക്കിയിരിക്കുന്നു. കാഫിറുകൾക്ക് നാശം, അവരുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു വൈവേവിലാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്, ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു എന്നതിനാൽ, അല്ലാഹു അവതരിപ്പിച്ചതിനെ വെറുത്തത് കൊണ്ട് അവരുടെ കർമ്മങ്ങളെല്ലാം അപ്പം അല്ലാഹു വൈകേടിലാക്കിയിരിക്കുന്നു. ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്, അവർ അള്ളാഹു ഇറക്കിയതിനെ വെറുത്തത് കൊണ്ട്. ഇത് ഗൗരവമുള്ള വിഷയമാണ്, അത് കുഫറാണ്. ബാക്കി എന്താണ്? അങ്ങനെ അവിടെ കർമ്മങ്ങൾ അള്ളാഹു നിഷ്ഫലമാക്കി. ഉലമാക്കൾ എഴുതി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കർമ്മം ചെയ്താൽ അവന്റെ മറ്റ് സൽക്കർമ്മങ്ങൾ ബാത്തിലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പ്രവർത്തനം കുഫറാണ്. കുഫർ ചെയ്താൽ മാത്രമേ നമ്മുടെ സൽക്കർമ്മങ്ങൾ ബാത്തിലാവൂ. നേരത്തെ പറഞ്ഞല്ലോ, ഷിർക്ക് കുഫർ ചെയ്താൽ മാത്രമേ നമ്മുടെ സൽക്കർമ്മങ്ങൾ ബാത്തിലാവൂ. ഇവിടെ അല്ലാഹു പറഞ്ഞു ഫഅഹ്ബത അഅമാലഹും, അവരുടെ അഅമാലുകൾ അല്ലാഹു നിഷ്ഫലമാക്കി കളഞ്ഞു, ബാത്തിലാക്കി കളഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലായി? ആ വെറുപ്പ് എന്താണ്? അബ്ഗള് കുഫറാണ്. അതാണ് ഒമൻ അബ്ഗള ശൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ അവർ വെറുത്തു. അത് അല്ലാഹു ചോദിക്കുന്നത് ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായികതു യളിരിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കുകൾ മുഖത്തും ചന്തിക്കും അടിച്ചുകൊണ്ട് മരിപ്പിക്കുന്ന ആൾക്കാരെ കുറിച്ച് നിന്ന് ആലോചിച്ച് നോക്ക്, എങ്ങനെ ഉണ്ടാകും? ചില ആൾക്കാർ അല്ലാഹു മലക്കുകൾ മരിപ്പിക്കൽ എങ്ങനെ അറിയാം? മുഖത്തും അടിക്കും, അവരുടെ പിന്നിലും ചന്തിക്കും അടിച്ചുകൊണ്ടാണ് അവരെ മരിപ്പിക്കുക. ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായികതു യളിരിബൂന വുജൂഹഹും വഅദ്ബാറഹും. എന്തുകൊണ്ടാണ്? ദാലിക ബിഅന്നഹു ഇത്തബഉ മാ അസ്ഖതല്ലാഹ്, അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന കാര്യത്തെ അവർ ഫോളോ ചെയ്തു. അള്ളാഹുവിന്റെ തൃപ്തിയെ അവർ വെറുക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടേണ്ട കാര്യങ്ങളെ അവർ വെറുത്തു. നീ അനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹ് തൃപ്തി കിട്ടും അല്ലേ?
അല്ലയോ നമ്മൾ നേരത്തെ ബോധ്യല്ലോ, അല്ലയോ അക്മൽത്തുലക്കും ദീനക്കും അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. അള്ളാഹ് തൃപ്തിപ്പെട്ടു തന്നത് എന്താണ്? ഇസ്ലാമിനെയാണ്. ആ ഇസ്ലാമിനെ അവർ വെറുത്തു. വകരിഹു റിദ്വാന, അള്ളാഹുവിൽ നിന്നും തൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ അവർ വെറുക്കുകയും അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന കാര്യത്തെ ഫോളോ ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന കാര്യത്തെ ഫോളോ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരക്കെതിരെ പ്രവർത്തിച്ചാൽ അള്ളാഹിനെ കോപിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കൽ അള്ളാഹിനെ കോപിപ്പിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ദീൻ അള്ളാഹു തൃപ്തിപ്പെട്ട ദീനാണ്, അത് ഇസ്ലാമാണ്. അതിനെ വെറുത്തു. എന്നിട്ടോ പാശ്ചാത്യരുടെ പിന്നാലെ പോയി, കുഫാറുകളുടെ പിന്നാലെ പോയി, അവരുടെ ഇഷ്ടങ്ങളെ അവരുടെ താല്പര്യങ്ങളെ ഫോളോ ചെയ്തു. അള്ളാഹുവിന്റെ തൃപ്തിയെ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ കർമ്മങ്ങളെ അള്ളാഹു ബാത്തിലാക്കി കളയും. അപ്പോൾ അമൽ ചെയ്തു എന്നത് കൊണ്ടായില്ല, മനസ്സുകൊണ്ട് സ്നേഹിക്കണം. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. കൽബുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ കൽബിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. ഹൃദയത്തിൽ ദീനിൽ ഏതെങ്കിലും ഒരു കാലത്ത് വെറുപ്പുണ്ടാകുന്നുള്ളത് ഉണ്ടാകാം. ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ഇരുവിരലുകൾക്കിടയിലാണ്. അള്ളാഹുവാണ് അതിനെ മാറ്റിമറിക്കുന്നവൻ. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം. ശൈത്താൻ കടന്നുകൂടുന്നതിനെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ വ്യാപൃതരാകുന്ന ആൾക്കാർ ഏറെ പേടിക്കേണ്ട ഒരു കാര്യമാണ്. നിരീശ്വരവാദികൾ, എക്സ്ട്രീമിസ്റ്റുകളൊക്കെ ചാനലുകൾ തുടങ്ങിയിട്ട് ഇങ്ങനെ വിസർജിക്കുകയാണ് ഇസ്ലാമിനോടുള്ള വിദ്വേഷം. അത് കേൾക്കുമ്പോൾ ശരിയാണല്ലേ എന്ന് തോന്നിപ്പോകും. ഹാരിഫ് ഹുസൈൻ എന്നൊക്കെ പറയുന്ന വലിയ നിരീശ്വരവാദി, എക്സ് മുസ്ലിം കാഫിർ, അയാൾ ഇസ്ലാമിനോടുള്ള ദേഷ്യം വിസർജിക്കുകയാണ്. പറഞ്ഞ് 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 അയാൾ അതിനു വേണ്ടി മാറിയിരിക്കുകയാണ്. അയാളുടെ ജോലി തന്നെ എന്താണ്? ഇസ്ലാമിനെ എതിർക്കുക, വിമർശിക്കുക എന്നുള്ളതാണ്. ഇത് കേട്ടിട്ട് മുസ്ലിങ്ങളായ പലരും നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി, ഫോം വിളിച്ചിട്ട് മുമ്പോട് പറയാം. ആ അവസ്ഥയിലേക്ക് എത്തി. അങ്ങനത്തെ ആൾക്കാർ ഇരിക്കുകയാണ്, കുറെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, മുസ്ലിങ്ങളെ കുഫറിലേക്ക് ക്ഷണിക്കുന്നവർ. അത് നമ്മൾ കരുതിയിരിക്കേണ്ടത്. അങ്ങനത്തെ കേൾക്കാൻ പാടില്ല. അഹ്ലുസുന്നയെ മാത്രം കേൾക്കുക. സാധാരണക്കാരുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അഹ്ലുസുന്നയെ കേൾക്കൽ മാത്രമാണ്. വിദയികളെ, നിരീശ്വരവാദികളെ, മറ്റുള്ളവരെയൊക്കെ കേൾക്കാനുള്ള ഉത്തരവാദിത്തം പണ്ഡിതന്മാർക്കാണ്. അവർ കേൾക്കുകയും മറുപടി പറയുകയും ചെയ്യട്ടെ. സാധാരണക്കാർക്ക് അവരെ കേൾക്കാൻ പാടില്ല, നിഷിദ്ധാണ്. കാരണം ഇൽമില്ലാത്തത് കൊണ്ട് അവരുടെ കുഫറിനെ ശരിവെച്ചേക്കാം. ഓൻ കുഫറായി പോകും, ഓൻ കാഫിറായി പോകും. അഹ്ലുസുന്നയെ മാത്രം കേൾക്കുക. എന്നെ ഇസ്ലാമിനെ കുറിച്ചിട്ട് വെറുപ്പ് വിസർജിക്കുന്നവരുടെ വിസർജനം നമ്മുടെ ഹൃദയത്തിന് ബാധിക്കും. ഇസ്ലാമിനെ വെറുക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇസ്ലാമിനെ വെറുത്താൽ, ഏതെങ്കിലും ഒരു അമലിനെ വെറുത്താൽ ഓൻ കാഫിറാണ്. അള്ളാഹു കാക്കട്ടെ.